കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും നിരവധി പേർ പല പാർട്ടികളിൽ നിന്നും കൊഴിഞ്ഞുകൊണ്ട് പല പാർട്ടികളിലേക്കും പോകുന്നു. അതിൽ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോകലുകൾ സംഭവിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. അതിൽ തന്നെ CPM നിന്നും നിരവധി പേരാണ് ഇടതുപക്ഷ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് BJP പാളയത്തിലേക്ക് വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ തന്നെ കൂട്ടമായി നിരവധി പേരാണ് ഒറ്റയടിക്ക് ഇടതുപക്ഷ ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് എത്തിച്ചേരുന്നത് തന്നെ. അതിൽ 255 പേരോളം ഒരുമിച്ച് കൂട്ടമായി ഇടതുപക്ഷ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ രീതിയിലും BJP പാളയത്തിലേക്ക് ചേർന്നിരിക്കുന്നു. നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ, അതായത് 255 പേരോളം ഈ പറയുന്ന CPM നിന്നും നേതാക്കൾ, പ്രവർത്തകർ ഉൾപ്പെടെയാണ് BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, അതായത് കഴിഞ്ഞ 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കലെന്ന് പറയുന്നത് അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം തന്നെയാണ്. അതായത് ആലപ്പുഴയിൽ നിന്ന് മാത്രമായിട്ടാണ് 255 CPM ഇടതുപക്ഷ ചായ്വുള്ള കുടുംബങ്ങൾ, പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് എല്ലാ അർത്ഥത്തിലും സ്വാധീനമുള്ള ഒരു സ്ഥലം, എല്ലാ രീതിയിലും അവർക്ക് മുന്നേറ്റമുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഈ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക്. അതും UDFിലേക്ക് പോവാതെ നേരെ പോയിരിക്കുന്നത് BJP പാളയത്തിലേക്കാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സമയത്തും അതിന് തൊട്ട് മുന്നേയുമായിട്ടൊക്കെ തന്നെ നിരവധി പേര് തന്നെയാണ് ഇടതുപക്ഷ പാളയത്തിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അത് ഇപ്പോഴും തുടരുന്നു. അത് ആലപ്പുഴയിൽ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നായി, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നായി നിരവധി പേർ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്നും BJP പാളയത്തിലേക്ക് ചേരുന്നു. BJPയിലേക്ക് മാത്രമല്ല, UDFിലേക്കും ചേരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ BJP പാളയത്തിലേക്ക് തന്നെയാണ് കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞുപോക്ക് ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമായിട്ട്, അതായത് CPM നിന്നും മാത്രമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള അട്ടിമറികൾ തന്നെയായാലും, അത് കൊഴിഞ്ഞുപോക്കലുകളും എന്ത് തന്നെയായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രീതിയിൽ, അതായത് BJPക്ക് കൂടി സ്വാധീനമുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലം മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ബാധിക്കും? അത് BJPക്ക് ഗുണകരമായി മാറുമോ? UDFിന് ഗുണകരമായി മാറുമോ? LDFിന് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ ഏറ്റവും വലിയ ഒരു തലവേദന എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത ഒരു പ്രഹരം തന്നെയാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും ഈ ഒരു കൊഴിഞ്ഞുപോക്കലിൽ നിന്ന് മാത്രമായിട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ കൂട്ടമായി വരുന്നവരൊക്കെ തന്നെയും BJPക്ക് ഗുണകരമായി മാറുമോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് BJP നേട്ടമുണ്ടാക്കി. അതിന് മുന്നേ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് BJPക്ക് വോട്ട് ഷെയർ ഉയർന്നു നേട്ടമുണ്ടാക്കി. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ പോലുള്ള സ്ഥലത്ത് BJPക്ക് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് ഈ കൊഴിഞ്ഞുപോക്കലുകളൊക്കെ തന്നെ BJPയിലേക്ക് എത്തിച്ചേരുമ്പോൾ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്.